എല്ലാവർക്കും നമസ്കാരം. ദേവീസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് എന്താ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പയും കടലയും കൂടി നമ്മൾ വറുത്തരച്ചൊരു കറിയല്ലാതെ നമുക്ക് ചോറിന് പകരം കഴിക്കാവുന്നൊരു സാധനമാണ്. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ കപ്പ ഇനി തൊണ്ട് കളഞ്ഞ് നുറുക്കിയെടുക്കണം. കടല ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. കുക്കറിൽ കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. തേങ്ങ വറുത്തരച്ചാണ് വെക്കണത്. നമ്മൾ ബീഫൊക്കെ വയ്ക്കൂലേ, ബീഫ് എങ്ങനെ വയ്ക്കണോ അങ്ങനെ തന്നെ വയ്ക്കും. ബീഫിന് പകരം നമ്മൾ കപ്പയാണ് ഇടുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ചീനച്ചട്ടി വെച്ചു. നാളികേരം വറുക്കാനുള്ള നാളികേരം ഇട്ടു. നമ്മളിത് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇതിടുക. ഈ വറക്കണയിലേക്ക് അത് ഇടണം. പിന്നെ കുറച്ച് കുരുമുളക്, ഇടുക. കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമ്മൾ വറക്കണം. അതിന് മസാലകൾ കുറച്ച് മുളക് പൊടി കുറച്ചിട്ടാൽ മതി കേട്ടോ. എന്താ വെച്ചാൽ കുരുമുളകാണല്ലോ, കുരുമുളകിൻ്റെ സ്വാദാണ് കൂടുതൽ വേണ്ടത്. കുരുമുളക് ഇടാൻ കാരണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്തിരി ഗരം മസാല, പിന്നെ ഇത്തിരി മീറ്റ് മസാല. ഇത്ര സാധനം മതി. എന്താ അപ്പോൾ ഇത് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. ഈ ഓഫ് ചെയ്തിട്ട് ഈ പൊടി കിടന്ന് ചൂടായാൽ മതി. ഈ തീറ്റ കിടന്ന് ഇപ്പം പാകത്തിന് മൂക്കത്തുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് വാങ്ങി വയ്ക്കാം. ഇനി നമുക്ക് കപ്പ വേവിക്കാൻ വയ്ക്കാം. അത് കുക്കറിൽ വെച്ചിട്ട് ഒരടി അടിച്ചാൽ മതി. അപ്പോഴത്തേക്ക് ഇത് വേവും. അത് പെട്ടെന്ന് ആവുകയും ചെയ്യും. നമ്മൾ ഈ കടല കുക്കറിലിട്ട് വേവിക്കണ താമസം മാത്രമേ ഉള്ളൂ. ഇത് വറുത്തെടുക്കണം, അത്രേ ഉള്ളൂ. വേഗം പിന്നെ ആവണത് വേഗം ആവും കേട്ടോ. അപ്പം അതായത് നമ്മുടെ നുറുക്കി വെച്ച കപ്പ കഴുകിയെടുത്തു. വെള്ളം തിളച്ച് അതിലേക്ക് ഇടുകയാണ്. കപ്പ വേവിക്കണ ഇപ്പോൾ ഞാൻ തിളച്ച് കഴിഞ്ഞിട്ട് ഊറ്റിയിട്ടാണ് ഞാൻ പിന്നെ തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് ഒരടി അടിപ്പിക്കുള്ളൂ കേട്ടോ. കാരണം കപ്പയുടെ കട്ട് കളയണമല്ലോ. അപ്പോൾ ഇത് തിളച്ച് കഴിയുമ്പോൾ തന്നെ വെള്ളം ഊറ്റിയിട്ട് തിളച്ച വെള്ളം ഒഴിക്കും. എന്നിട്ട് ഉപ്പിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് എടുക്കാം. അതായത് നമ്മൾ കടല വേവിച്ച് വെച്ചു, കിഴങ്ങ് വേവിച്ച് വെച്ചു. ഇനി ഇത് നമ്മൾ എല്ലാം കൂടി റെഡിയാക്കുകയാണ്. പാത്രം ചൂടായി കഴിഞ്ഞ് നമ്മൾ കടുക് വറക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ചെറിയ ഉള്ളി വട്ടം അരിഞ്ഞ് ചെറിയ ഉള്ളിയുണ്ട്, വറ്റൽമുളകുണ്ട്, കറിവേപ്പിലയുണ്ട്. കടുക് പൊട്ടി കഴിയുമ്പോൾ ഇതിട്ടിട്ടാണ് നമ്മൾ പിന്നെ ഇതെല്ലാം ചേർക്കുന്നത്. ചട്ടി ചൂടായിട്ടാണ് നമ്മൾ എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് ഇടണം. ഇട്ട് കഴിയുമ്പോൾ നമ്മൾ കറിവേപ്പില, പച്ചമുളക് ഇതെല്ലാം ഇട്ട് മൂപ്പിക്കാം. മുളക് ചുമന്നു.
കടല കടലയിലേക്ക് വേവിച്ച് വെച്ച കിഴങ്ങ് നന്നായിട്ട് വെന്തത്തിൻ്റെ കിഴങ്ങ് കഴിഞ്ഞിട്ട് കൊടുത്തു. കിഴങ്ങ് വേവിച്ചപ്പോൾ ഇത്തിരി ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വറുത്തരച്ചത് ചേർത്ത് കഴിഞ്ഞിട്ട് ഇളക്കിയിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഇത് വറുത്തരച്ച് വെച്ചേക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കിഴങ്ങായതുകൊണ്ട് ഇത് കട്ടയായിട്ടല്ലേ ഇരിക്കണേ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഈ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചു. എന്നിട്ട് ഇനിയും ഇത് തിളയ്ക്കണം. പിന്നെ ഇതിന് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് പോരാത്ത ഉപ്പിട്ട് കൊടുക്കണം. അപ്പം നമ്മുടെ കപ്പയും കടലയും വച്ചത് വറുത്തരച്ച് വെച്ചതാണ്. അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കണത് പപ്പടം. ഇത് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ കപ്പയും കടലയൊക്കെ നമ്മുടെ വീട്ടിൽ സ്ഥിരം ഉണ്ടാവണതാണ്. അപ്പം ഇതുമാതിരി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. നമ്മളിപ്പോൾ ബീഫ് വയ്ക്കില്ല, അതുമാതിരി തന്നെ ബീഫിന് പകരം കടല ഇടണം, ഇത്രേ ഉള്ളൂ. അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. ശരി, ഞാൻ അടുത്ത നല്ല ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.